ഞാനൊരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ കാൽഡിയൻ സിറിയൻ സഭയാണ് മാറപ്രേം തിരുമേനിക്കുള്ള സഭ. എല്ലാവരും കാത്തലിക്കാന്ന് വിചാരിച്ചിരുന്നു. കാത്തലിക്കല്ല, കൽദായ സുറിയാനി സഭ ആയിരുന്നു. തൃശ്ശൂർ ഭാഗത്ത് ഒക്കെ ധാരാളമുണ്ട്. ചെറുപ്പത്തിലെ 3 സൺഡേ സ്കൂളിൽ പഠിക്കാൻ എനിക്ക് സാധിച്ചു. കാരണം എൻ്റെ പിതാവ് ഒരു തുണിക്കടയിലായിരുന്നു, ഒരു ഫാഷൻ ഫാബ്രിക്സ് എന്ന് പറയുന്ന ഒരു തുണിക്കടയിലായിരുന്നു ജോലി. അതുകൊണ്ട് വർഷത്തിൽ 2-3 മാസം ഇങ്ങനെ ചരക്കെടുക്കാനായിട്ട് പോകും. തുണിയൊക്കെ എടുക്കാനായിട്ടുള്ള ടീമിൽ എൻ്റെ അപ്പച്ചനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2-3 മാസം അമ്മച്ചിയും ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് രാത്രികളിൽ ഒരു പെന്തക്കോസ്ത് സഹോദരി, വീടിനടുത്തുള്ളൊരു സഹോദരിയെ വീട്ടിൽ കൊണ്ടാക്കും. അവരെ വിളിക്കും, അവർ വരാൻ തയ്യാറായി. അങ്ങനെ അവർ സുവിശേഷം പറഞ്ഞ് എൻ്റെ അപ്പച്ചൻ ബിസിനസ്സിന് പോയി തിരിച്ചു വരും മുമ്പേ അമ്മ സ്നാനപ്പെട്ട് കഴിഞ്ഞു. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് വീട്ടിലൊരു ചെറിയ പ്രയാസമായി. അപ്പച്ചനോട് അനുവാദം ചോദിക്കാതെയാണ് സ്നാനപ്പെട്ടത്. അപ്പം ഞങ്ങളൊക്കെ അതിന് അന്ന് അനുകൂലമല്ലായിരുന്നു. എന്നാൽ വേറെ എതിർപ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നു. അപ്പം അമ്മച്ചി പോകുന്ന സഭയിൽ, ഷാരോൺ ഫെലോഷിപ്പ് സഭയിൽ, അതിൻ്റെ സൺഡേ സ്കൂള് രാവിലെ 9 മുതൽ 10 വരെ. ആ പോകുന്ന വഴിക്ക് ഒരു IPC സൺഡേ സ്കൂളുണ്ട്. അപ്പം അത് 8 മുതൽ 9 വരെയാണ്. അതിനും പോയി പങ്കെടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങൾ ഇവിടെ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവർക്ക് സന്തോഷമായി. അങ്ങനെ 8 മുതൽ 9 വരെ IPC സൺഡേ സ്കൂള്, 9 മുതൽ 10 വരെ ഷാരോൺ സൺഡേ സ്കൂള്. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് 2 മുതൽ 4 വരെ വോൾസ്മിസി നടത്തിയിരുന്ന ബ്രദറൻ സൺഡേ സ്കൂൾ, ചേലക്കോട്ടുകര സഭ, അവിടെ പോയി. അങ്ങനെ 3 സൺഡേ സ്കൂൾ പഠിച്ചാണ് ഞാൻ വളർന്നത്. ഞാൻ രക്ഷപ്പെട്ടൊന്നുമില്ല. പിന്നെ എന്തിനീ സൺഡേ സ്കൂൾ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ സമ്മാനം കിട്ടും. വർഷാവസാനം പ്ലേറ്റുകൾ, വലിയ ബോക്സ്, ഇതൊക്കെ സമ്മാനം കിട്ടും. അതുകൊണ്ടാണ് ഇത് പഠിക്കാനായിട്ട് പോയിരുന്നത്. എന്നാൽ വാക്യ മത്സരത്തിനൊക്കെ അധികം വാക്യം ചൊല്ലി ഞാൻ ജയൻ ചെറുശ്ശേരി, ഇന്നത്തെ ചേലക്കോട്ടുവരെ മൂപ്പനായിരുന്ന മനോജ്, ഇവരൊക്കെ വളരെയധികം വാക്യങ്ങൾ ചൊല്ലി സമ്മാനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഞാനും അതിനകത്തായിരുന്നു അന്ന്. എന്നാൽ മുതിർന്നപ്പോൾ അതൊക്കെ വിട്ട് പള്ളിയിലേക്ക് തന്നെ പോകാനായിട്ട് ആരംഭിച്ചു. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പള്ളിയിൽ പോയി. എനിക്ക് ഞങ്ങളുടെ ബിഷപ്പും അപ്പുറം തിരുമേനി വരുമ്പോൾ പൊക്കിൾ വരെയാണ് ആളുടെ താടി. അതുകൊണ്ട് ഇതുപോലൊരു ബിഷപ്പ് ആവണം എന്നൊരാഗ്രഹം നമുക്കുണ്ടായി. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പള്ളിയിൽ പോയി. പക്ഷെ എനിക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നും ലഭിച്ചില്ല. അപ്പം നമ്മൾ ജെന്യുവനായിരിക്കണം. അത് നിർത്തി അവസാനിപ്പിച്ചു. നമുക്ക് ആത്മീയമായിട്ടൊരു ടച്ച് കിട്ടാത്ത സ്ഥലത്ത് എന്തിനു പോകണം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലോകപ്രകാരം സിനിമ കാണാനും കൂട്ടുകാരുടെ കൂടെയും ഒക്കെ അങ്ങനെ ജീവിച്ചു. എൻ്റെ പഠനം കഴിഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ കോളേജ് വിദ്യാഭ്യാസം 12ാം വർഷം PUC കഴിഞ്ഞപ്പോൾ എൻ്റെ അങ്കിളും ആൻറ്റിയും സുശേഷകരാണ് ബാംഗ്ലൂരിൽ. അവരെന്നെ വിളിച്ച് ഇവിടെ എയർഫോഴ്സിലേക്ക് ആളെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വന്നാൽ ആ സെലക്ഷൻ ചെയ്യുന്ന പൈലറ്റ് ഓഫീസർ ആ സഭയിലാണ് വരുന്നത്. അബ്രഹാം എന്നാണ് പേര്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും, സെലക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി കയറി അവിടെ ചെന്നു. പൈലറ്റ് ഓഫീസറുടെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഉയരം ശരിയാണ്, തൂക്കം ശരിയാണ്, നെഞ്ചളവെല്ലാം കറക്റ്റാണ്. സെലക്ഷൻ വന്നാൽ എനിക്ക് കിട്ടും. 20 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഈ സെലക്ഷൻ. 20 വയസ്സാകാൻ എനിക്ക് 2 മാസം കൂടെ ഉള്ളൂ. ഭാഗ്യവശാൽ, അത് നിർഭാഗ്യവശാൽ ഈ 2 മാസത്തിനുള്ളിൽ സെലക്ഷൻ വന്നില്ല. 20 വയസ്സായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ചാൻസ് ഇല്ല. എന്തു വേണം, തിരിച്ച് നാട്ടിലേക്ക് വരണോ അതോ അവിടെ ജോലി അന്വേഷിക്കണോ? അവസാനം ഞാൻ അവിടെ ജോലി അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു. അവിടെ ജോലി കിട്ടി. ജോലി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കമ്പനി, ആ കമ്പനിയിൽ മില്ലിംഗ് മെഷീൻ, ലെയ്ത്ത് മെഷീൻ, ഫാബ്രിക്കേഷൻ, എറക്ഷൻ വർക്ക്, വെൽഡിങ്, ഗ്യാസ് കട്ടിംഗ് ഒക്കെയുള്ള വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിനകത്ത് ജോലി. എനിക്ക് കിട്ടിയ സമയം വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ ഇതുപോലെ മെഷീൻ്റെ മുമ്പാകെ നിൽക്കണം. 12 മണിക്കൂർ. ദൈവത്തിന് എങ്ങനെ ഒരാളെ രക്ഷയിലേക്ക് നടത്തണമെന്ന് അറിയാം.
ഇവിടെ നിൽക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഈ റോഡ് ലെയ്ത്ത് മെഷീൻ ആയിരുന്നു അന്ന്. ഓരോ ഈ നെറ്റ് ഒക്കെ ഇങ്ങനെ മുറിഞ്ഞു വീഴുന്നോണ്ടിരിക്കും. ആ മുറിഞ്ഞു വീഴുന്ന നെറ്റ് കറക്റ്റ് മെഷർമെന്റ് ആണോ എന്ന് വർണിയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, എടുത്ത് പരിശോധിക്കണം. അതൊരു പണി. അപ്പം ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഈ പീസ് കറക്റ്റ് ആണോ, ഡയമെൻഷൻ എല്ലാം കറക്റ്റ് ആണോ നോക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഉടനെ മെഷീൻ ഓഫ് ചെയ്തിട്ട് സൂപ്പർവൈസർ അറിയിക്കണം. പിന്നെ ഈ റോഡ് വല്ല നീളമുള്ള റോഡാണ്, അത് കഴിയുമ്പോൾ മാറ്റിയിടണം. ഇതാണ് രാത്രി മുഴുവൻ അവിടെ നിൽക്കണം. മെഷീൻ ഇങ്ങനെ അവിരാമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. 9 മുതൽ 9:30 വരെ ഊണിന് സമയം, 2 മുതൽ 2:30 വരെ ചായക്കുള്ള സമയം. ബാക്കി സമയം ഇങ്ങനെ നിൽക്കുകയാണ്, ഇരിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മാത്രമല്ല, ഇങ്ങനെ ചുറ്റും ആൾക്കാർ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ പണ്ട് പഠിച്ച വാക്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്ന് പറഞ്ഞാൽ, നീ പാപിയാണ്. ഞാൻ പാപിയാണ്, എനിക്കൊരു സംശയമില്ല, ഞാൻ പാപിയാണ്. പാപി നരകത്തിലേ പോകൂ, അതും എനിക്ക് സംശയമില്ല, നരകത്തിൽ പോകും. എന്നാൽ എന്നോട് ഇവർ ഈ അങ്കിളും ആന്റിയും സുവിശേഷം പറഞ്ഞു. ഈ പൈലറ്റ് ഓഫീസറും ഭാര്യയും എന്നോട് സുവിശേഷം പറഞ്ഞു. ഞാൻ സുവിശേഷം കേട്ടിട്ടുണ്ട്, പക്ഷെ സുവിശേഷത്തിന്റെ ആ രഹസ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എൻ്റെ മനസ്സിലുള്ള സംശയം, ഞാൻ ജനിച്ചത് 2000 വർഷം കഴിഞ്ഞിട്ടാണ്, കർത്താവ് മരിച്ചത് എനിക്ക് 2000 വർഷം മുമ്പാണ്. അപ്പൊ കർത്താവ് എൻ്റെ പാപത്തിന്റെ പരിഹാരം എങ്ങനെ വഹിക്കുന്നു? ഞാൻ ജനിച്ചിട്ടില്ല, കർത്താവ് മരിക്കുമ്പോ. നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പാപത്തിന്റെ ശിക്ഷ എങ്ങനെ കർത്താവ് വഹിക്കുന്നു? ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞാനത് സംശയം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, പൈലറ്റ് ഓഫീസറും അതുപോലെ എൻ്റെ അങ്കിളും അവർ സംസാരിച്ചവർ പറഞ്ഞു, യേശു മരിച്ചത് സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ വാചകം എടുത്തു തന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പം ലോകത്തിന്റെ പാപത്തിൽ നിന്റെ പാപമുണ്ടോ? അപ്പൊ ലോജിക്കലി ലോകത്തിന്റെ പാപത്തിൽ എൻ്റെ പാപവും ഉണ്ട്. പിന്നെ എനിക്ക് കാണിച്ചു തന്ന വാക്യം 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് വെച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്നോട് പറഞ്ഞു, നിന്റെ പേര് വെച്ച് വായിക്കാൻ പറഞ്ഞു. ഞാൻ യേശു ഫ്രാൻസിസിന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കുരിശന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ ഫ്രാൻസിസിന് സൗഖ്യം വന്നുമിരിക്കുന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം ഉദിച്ചു. സത്യം മനസ്സിലായി. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ പാപത്തിന്റെ ശിക്ഷയും കൂടെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ള സത്യം. പക്ഷെ ഞാൻ അപ്പോഴൊന്നും അങ്ങനെ സ്വീകരിച്ചില്ല. ഞാൻ അങ്ങനെ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ആളല്ല. പിന്നെയും മനുഷ്യന്റെ മുൻപാകെ നിൽക്കുകയാണ്. ഈ കേട്ടതൊക്കെ സത്യമാണല്ലോ, ഇനി എന്തു ചെയ്യണം? ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതത്തിന്റെ കർത്താവ് യേശുവിനെ സ്വീകരിക്കണം. ഞാൻ ബീഡി സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അപ്പോൾ നിർത്താൻ പറ്റുമോ? ഇനി നിർത്താൻ പറ്റിയില്ലെങ്കിലോ? അതുപോലെ ഞാൻ സിനിമ കാണുന്ന ആളാണ്. സിനിമ നിർത്താൻ പറ്റിയില്ലെങ്കിലോ? ഇങ്ങനെ ഞാൻ ഈ ലോകത്തിലെ യൗവനക്കാരൊക്കെ പോകുന്ന പോലെ ഗുണം ഇല്ലാത്ത മനുഷ്യനാണ്. ഇതൊക്കെ മാറി ഒരു പുതിയ ജീവിതം എനിക്ക് ലഭിക്കുമോ? അങ്ങനെ സംശയം. ഒരു രാത്രി, അന്ന് ഞായറാഴ്ചയായിരുന്നു, ഇപ്പോൾ രജ അഥവാ ലീവുള്ള ദിവസം കൂടെ, അവധിയുള്ള ദിവസം കൂടെ രാത്രി ഉറക്കം വരികയില്ലെന്ന്. രാത്രി ഷിഫ്റ്റ് ചെയ്യുന്ന കാരണം രാത്രി ആയാലും ഉറക്കം വരികയില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു, ഞാൻ ഉറങ്ങുന്നില്ല, ഉറക്കം വരുന്നില്ല. കാരണം സ്ഥിരം ഈ രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന കാരണം രാത്രി ഒഴിവ് കിട്ടിയാലും ഉറക്കം വരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നോക്ക്, നിന്റെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടാണ് ഞാൻ മരിച്ചത്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. എന്നോട് ആത്മാവ് സംസാരിക്കുകയാണ്, നീ കർത്താവിനെ സ്വീകരിക്കുക. ഞാൻ അന്ന് രാത്രി മുട്ടുമടക്കി. 1 മണി 2 മണിയൊക്കെ ആയി കാണും. എന്നിട്ട് ഞാൻ എൻ്റെ പാപങ്ങൾ മുഴുവൻ കർത്താവിനോട് ഏറ്റുപറഞ്ഞു. കർത്താവ്, നീ കുരിശിൽ മരിച്ചത് എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അനുഭവിച്ചിട്ടാണ്. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ, അങ്ങേ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച ഉടനെ ഒരു ശക്തി എൻ്റെ മേൽ വന്നു. ഞാൻ അവിടെ ഇരുന്ന് കരയാനായിട്ട് ആരംഭിച്ചു. ഇത്രയും കാലം ഈ കാര്യം ഞാൻ വൃഥാവാക്കി പോയല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം, ദൈവത്തിന്റെ സ്നേഹം എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ ശക്തി എൻ്റെ മേൽ വന്നു. എൻ്റെ പാപങ്ങൾ മുഴുവൻ കർത്താവ് ക്ഷമിച്ചു, എന്നെ ശുദ്ധീകരിച്ചു.
എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വന്നിരിക്കുകയാണ്. ആ രാത്രി എഴുന്നേറ്റ് അത് കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫുകൾ എല്ലാം കത്തിച്ച് കളഞ്ഞു. എൻ്റെ ഡയറി എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എഴുതിയിരുന്ന എല്ലാ ഡയറിയും എടുത്ത് കത്തിച്ച് കളഞ്ഞു. ഞാൻ ഈ ചെറുകഥ എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ ബീഡിയും വലിച്ച് എഴുതുന്ന ചെറുകഥകളാണ്, അതൊക്കെ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ പഴയ ലൈഫുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ടായിരുന്നോ എല്ലാം കത്തിച്ചു അന്ന് രാത്രി തന്നെ. എന്നിട്ട് കിടന്നുറങ്ങി. അന്ന് പകല് കിടന്നുറങ്ങി. സന്ധ്യയായപ്പോൾ വീണ്ടും ജോലിക്ക് പോയി. എൻ്റെ ഷിഫ്റ്റിന്റെ ഇൻചാർജ് നാരായൺ എന്ന് പറയുന്ന ഒരു പട്ടരാണ്. ഞാൻ നാരായണനോട് പറഞ്ഞു, നാരായണ, ഇനി എനിക്ക് നിന്റെ നിന്ന് ബീഡി വേണ്ട, ഞാൻ അവൻ്റെ വാങ്ങിച്ച് വലിക്കാതെ. ഞാൻ രക്ഷ പ്രാപിച്ചു, യേശുവിനെ സ്വീകരിച്ചു. നാരായണൻ പറഞ്ഞു, എന്ത് രക്ഷ? രക്ഷ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഹോളി ത്രെഡ് എന്ന് പറയുന്നതിന് പൂണൂല് കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് രക്ഷ. ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് പ്രതിവാദം പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, നാരായണ, ഇതൊക്കെ പൊട്ടിപ്പോകുന്ന രക്ഷയാണ്. ഞാൻ പ്രാപിച്ച രക്ഷ പൊട്ടാത്ത രക്ഷയാണ്. ഞാനത് പറഞ്ഞപ്പോ അവന്റെ പൂണൂൽ ആ ആഴ്ചയിൽ ഒന്ന് പൊട്ടിപ്പോയിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, ഈ പൊട്ടാത്ത രക്ഷ എങ്ങനെ പ്രാപിക്കാം? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തത്, നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ അങ്കിൾ ആൻറ്റി ഉണ്ട്, അവിടെ വന്നാൽ മതി. ശരി, ഓക്കെ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു, നേരം എടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നാരായണൻ കുറച്ചു നേരം ഉറങ്ങിയിട്ട് വീട്ടിലെ അങ്കിളിന്റെ അടുത്തേക്ക് വന്നു. അവർ സുവിശേഷം പറഞ്ഞു. സുവിശേഷം കേട്ട് അവന് യാതൊരു കാലതാമസം ഉണ്ടായില്ല. അവൻ മുട്ടുമടക്കി അത്യുച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് നിലവിളിച്ചു. പിറ്റേ ദിവസം ഒരാൾ രക്ഷിക്കപ്പെട്ടു. എനിക്ക് തന്നെ അത്ഭുതം. ആ നാരായണൻ ഇപ്പോൾ കോഹിമയിൽ നാഗാലാൻഡിൽ സുവിശേഷകനാണ്. എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം. അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾ ജോലി തുടർന്നു. അവധി ദിവസങ്ങളിൽ ട്രാക്ട് കൊടുക്കാൻ പോകും. അങ്ങനെ ഇരിക്കെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് സ്നാനപ്പെടണം എന്ന് ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് സ്നാനപ്പെടണം. ഞാൻ സഭയിൽ സാക്ഷ്യം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. 2 ആഴ്ച കഴിഞ്ഞൊരു സ്നാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഷണ്ടന്മാരൊക്കെ അങ്ങനെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷെ അങ്ങനെയൊന്നും സ്നാനപ്പെടുത്താൻ പറ്റില്ല, നീ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണം. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാൽ ഇവിടെ സ്നാനപ്പെടേണ്ട, അമ്മച്ചിയുടെ സഭയില് സ്നാനക്കടവിൽ എന്ന് ചോദിക്കാറ് ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന്. അതുകൊണ്ട് അവിടെ പോയി സ്നാനപ്പെടാൻ, ഇവിടെ ഇത്രയും നിയമങ്ങളും റൂളുകളാണെങ്കിൽ ഞാൻ അവിടെ പോയി സ്നാനപ്പെടാൻ. ഞാൻ 2 ആഴ്ച ആരാധനയ്ക്ക് പോയില്ല ഇവിടെ. അപ്പൊ അവരെന്നെ അന്വേഷിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സാക്ഷ്യം പറയും, നമുക്ക് ആലോചിക്കാം. ഞാൻ വിചാരിച്ചു, ഈ ആരംഭത്തിൽ തന്നെ ഒരു മത്സരിയായി ദൈവസഭയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കീഴ്പ്പെട്ടു. ഞാൻ ചെന്നു, പിന്നെ സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഡേറ്റൊക്കെ നിശ്ചയിച്ച് ഞാൻ, നാരായണൻ, പിന്നെ ഒരു 4 പേര് വേറെ ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ബദനി എന്ന് പറയുന്ന മലയാളം സഭയിൽ ബാംഗ്ലൂര്, അവിടെ അന്ന് തണുപ്പ് കാലമായിരുന്നു അന്ന്. അപ്പോൾ മാമൻ കുര്യൻ സാറാണ് സ്നാനപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത്. അന്ന് കൺവെൻഷനാണ്. മാമൻ കുര്യൻ സാറാണ്. ടാങ്കിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആള് വരയ്ക്കാം. അന്നേ തന്നെ 10-70 വയസ്സുള്ള ആളാണ്. ടാങ്കിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആള് വരച്ചു തുടങ്ങി. അപ്പോൾ ആളെ പിടിച്ച് കയറ്റി, എന്നിട്ട് ഹീറ്റർ വെച്ച് ടാങ്ക് ചൂടാക്കി. അങ്ങനെ ഞാനും നാരായണനൊക്കെ ചൂടുവെള്ളത്തിലാണ് സ്നാനപ്പെട്ടത്. ചൂടുവെള്ളത്തിൽ. അങ്ങനെ ഇപ്പോൾ പലരും പെടുന്നുണ്ട്, പക്ഷെ അന്നത് ആദ്യമാണ്. ചൂടുവെള്ളത്തിൽ സ്നാനപ്പെടാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ ജോലി ചെയ്യുകയാണ്. ജോലി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. ഒരു കള്ളത്തരവും ജോലിക്കകത്ത് ചെയ്യാറില്ല. പക്ഷെ ഈ ഉടമസ്ഥൻ നമ്മളെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും ഒന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ കർത്താവിന്റെ വേല ചെയ്യായിരുന്നെങ്കിൽ കർത്താവ് നമ്മളെ അറിയുമായിരുന്നു. ഈ മനുഷ്യനെ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ ഞാൻ ചെയ്യപ്പോൾ എനിക്ക് രക്ഷിക്കപ്പെട്ട സമയത്ത്, സ്നാനപ്പെട്ട ശേഷം എനിക്കൊരു ആഗ്രഹമുണ്ടായി. 2 ആഗ്രഹമുണ്ടായി. നിങ്ങളിവിടെ വചനത്തിന് യാതൊരു ക്ഷാമമില്ലാത്ത സഭയാണെന്ന് എനിക്കറിയാം. ഇവിടെ ശ്രേഷ്ഠദാസന്മാരുണ്ട്. അതുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലൂടെ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് 2 ആഗ്രഹം ഉണ്ടായി. ഒന്ന്, കർത്താവ് നടന്ന സ്ഥലത്തൂടെ ഒന്ന് നടക്കണം. കർത്താവ് സഞ്ചരിച്ച നദിയിൽ കൂടെ, തിബരിയാസ് കടലിൽ കൂടെ ഒക്കെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് പോകണം. ഇന്നുവരെ നടന്നിട്ടില്ല അത്. അപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായി. പിന്നെ അടുത്ത ആഗ്രഹം 40 ദിവസം ഉപവസിക്കണം. അപ്പൊ ഞാൻ 40 ദിവസം ഉപവസിച്ചു കഴിഞ്ഞാൽ ഞാൻ കഠിനമായ ജോലി ചെയ്യുകയാണ്, എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ശനിയാഴ്ച രാത്രി ഭക്ഷിച്ചാൽ പിന്നെ തിങ്കളാഴ്ച രാവിലെ ഭക്ഷിക്കൂ. അങ്ങനെ ഞായറാഴ്ച മുഴുവൻ 24 മണിക്കൂർ ഉപവാസം 40 ദിവസം. അങ്ങനെ തീരുമാനിച്ചു. അത് സ്റ്റാർട്ടായി. അപ്പൊ ശനിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ വരുന്നത്. കുളിച്ച് ഭക്ഷണം കഴിച്ച് അപ്പോൾ ഉറങ്ങിപ്പോവും. അത്രയും ക്ഷീണത്തിലാണ് വരുന്നത്. അപ്പൊ ഞായറാഴ്ച ആരാധനയ്ക്ക് വരണം. അതുകൊണ്ടും കൂടെയാണ് ഭക്ഷണം കഴിക്കാതെ ഞായറാഴ്ച മുഴുവൻ ഉപവാസം.
ഞായറാഴ്ചത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പവും മീനുമാണ്. ബാലൻസ് വരുന്നതൊക്കെ ഞാൻ തിന്നും അവിടെ ഉണ്ടെങ്കിൽ. അതെന്റെ ഉപവാസത്തിന് ലംഘനാവുകയില്ലെന്ന് ഞാൻ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ പലപ്പോഴും കിട്ടാറില്ല. മൂപ്പന്മാർ കൂടി വന്ന് അത് തിന്ന് തീർക്കാറാണ് പതിവ്. എനിക്ക് ആ കഴിക്കുന്ന സമയത്ത് ഞാനൊരു വലിയ പീസ് എടുത്ത് കഴിക്കും. 24 മണിക്കൂർ ഉപവാസമാണ്. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ് ഉപവാസത്തോടു കൂടെ ഞായറാഴ്ച. ആ സമയത്ത് ഒരാൾ പ്രസംഗിക്കാൻ വന്നു സഭയിലേക്ക്. ആള് OM ടീമിൽ നിന്നാണ് വന്നത്. ആള് പറഞ്ഞു, കർത്താവിന് വേലക്കാരെ ആവശ്യമുണ്ട്. കഴിവ് ഉള്ളവരെയല്ല കർത്താവ് നോക്കുന്നത്, സമർപ്പണമുള്ളവരെയാണ്. ഈ സഭയിൽ സമർപ്പണമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്നിങ്ങനെ അദ്ദേഹം ആഹ്വാനം കൊടുക്കുകയാണ് പ്രസംഗത്തിന്റെ ഇടയിലൂടെ. എന്റെ മനസ്സിൽ ആത്മാവ് പറഞ്ഞു, നിന്നോടാണ് സംസാരിക്കുന്നത്, ശ്രദ്ധിച്ചിരുന്നോളാൻ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു, കാരണം ഉപവാസമാണ്, ഒരു മയക്കോ ഉറക്കമൊന്നുമില്ല. എന്നോട് ആത്മാവ് പറഞ്ഞു, എഴുന്നേറ്റ് സമർപ്പിക്കേ. പക്ഷെ ഞാനപ്പോ നമ്മുടെ പഴയ റീസണിങ് തിരിച്ചു വന്നു. ഞാൻ വീട്ടിലെ മൂത്ത മകനാണ്. അപ്പച്ചന്റെ ജോലി, അപ്പച്ചന്റെ കാലശേഷം എനിക്കാണ് കിട്ടേണ്ടത്. പിന്നെ വീട് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. അതുകൊണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയാൽ ഞാൻ ആകെ കൂടെ കണ്ടത് ഈ അങ്കിൾ ആന്റിയാണ്. അവര് പരമ ദരിദ്രന്മാരായിരുന്നു. ആരെങ്കിലും 50 രൂപ കൊടുത്താൽ 50 രൂപയ്ക്കും പോയി അവര് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. പിന്നെ അടുത്ത ആരെയും കൊടുത്താലേ കാശ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ദരിദ്രം ഇങ്ങനെയൊക്കെ ജീവിച്ച കുടുംബം നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ സമർപ്പിച്ചില്ല. എന്നാൽ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെന്നപ്പോ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. കർത്താവ് പറഞ്ഞു, ഇതല്ല നിന്റെ സ്ഥലം. ഞാൻ എന്നാലും ക്ലേശിച്ച് കുറച്ചു നാളും കൂടെ പിടിച്ചു നിന്നു. പിന്നെ ഞാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ജോലി രാജിവെച്ചിട്ട്, ആഹ്വാനം ചെയ്തത് OM ടീമുകാരാണ്, അതുകൊണ്ട് OM ടീമിലേക്ക് പോയി. ഞാൻ വിചാരിച്ചത് ജോലിയൊക്കെ രാജിവെച്ച ഒരാള് സുവിശേഷ വേലയ്ക്ക് വരുമ്പോൾ ഹാർദവമായിട്ട് സ്വീകരിക്കുന്നതാണ് വിചാരിച്ചത്. അവർ പറഞ്ഞു, ഇവിടെ ആളുടെ ആവശ്യമില്ല. ഇപ്പോ 4 മാസം കഴിഞ്ഞ് കപ്പല് വരും, അപ്പോഴാണ് റിക്രൂട്ട്മെന്റ്. അതുവരെ ഇവിടെ താമസിക്കുക എവിടെയെങ്കിലും. ഞാൻ അവിടെ തിരിച്ചിറങ്ങി. ഞാൻ ഇത്രയും ജോലി രാജിവെക്കുകയും ചെയ്തു, ഇനി വീണ്ടും ആ ഉടമസ്ഥന്റെ കാല് പിടിച്ച് ജോലിക്ക് കയറണ്ടേ. അപ്പോൾ ബസ്സിൽ ഇങ്ങനെ വരികയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. ഞാൻ കേട്ട ശബ്ദം തെറ്റായിരുന്നു, അങ്ങനെ തോന്നുന്നുമില്ല. ഫുൾ കോൺഫിഡൻസിലാണ് പോയിരിക്കുന്നത്. തൊട്ടടുത്തിരിക്കുന്ന ആള് ചോദിച്ചു, ബാംഗ്ലൂരാണെന്ന് ഓർക്കണം, ഇതെന്താ അത്ര നിരാശ? അല്ല, ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ OM-ൽ പോയി അവിടെ സീറ്റ് കിട്ടാണ്ട് തിരിച്ചു വരികയാണ്. അവൾ പറഞ്ഞു, അത് കിട്ടാഞ്ഞു നന്നായി, ഞാൻ നിന്നെ മദ്രാസിലേക്ക് അയക്കാം. അത് ബില്ലി P. ജേക്കബ് ആയിരുന്നു. അടന്ന് അവിടെ സയാക്സിൽ പഠിക്കുകയാണ്. ആള് പറഞ്ഞു, ഞാൻ നിന്നെ മദ്രാസിലേക്ക് അയക്കാം, അവിടെ ചെന്ന് ആ അങ്കിളിന്റെ അടുത്ത് ഞാൻ കത്ത് തരാം, അവിടെ ചെന്ന് ചേരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആള് വീട്ടിലേക്ക് വന്നു, സംസാരിച്ചു. വൈകാതെ തന്നെ ഞാൻ നേരെ ചെന്നൈയിലേക്ക്, മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ ജസ്റ്റിസ് സാമുൽ അങ്കിൾ പറഞ്ഞു, 1 വർഷം 12 പേരെയാണ് എടുക്കുന്നത്, 12 പേർക്കും കത്തയച്ചു കഴിഞ്ഞു. ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ സീറ്റ് തരാം, ഇവിടെ താമസിക്കാൻ പറഞ്ഞു. 1 കൊരിന്ത്യർ 13, സങ്കീർത്തനം 23 ഇംഗ്ലീഷിൽ മനപ്പാഠം പഠിച്ച് അവിടെ താമസിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ രാത്രി, മഴക്ക സമയമാണ്, ജൂൺ മാസമാണ്, ആ 2 അധ്യായങ്ങളും മനപ്പാഠം പഠിച്ച് ഒരാൾ വരലെന്ന് പ്രാർത്ഥിച്ച് 2 ദിവസം അവിടെ താമസിച്ചു. അങ്ങനെ ഇന്റർവ്യൂവിന്റെ ദിവസമായി. അപ്പോൾ ഞാൻ ചുറ്റും നോക്കുക, ഏറ്റവും ബാക്കിൽ ഞാൻ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ 8 പേരെ വന്നിട്ടുള്ളൂ. ഞാൻ മിക്കവാറും ഇവിടെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഇരിക്കെ 9ാമത്തെ ആള് വന്നു, 10ാമത്തെ ആള് വന്നു, 11ാമത്തെ ആള് വന്നു. പിന്നെ ആരും വന്നില്ല. അപ്പോ 11 പേരും വന്ന് സാക്ഷ്യം പറഞ്ഞു. അവസാനം എന്നോട് പറഞ്ഞു, 12ാമത്തെ ആള് വന്നിട്ടില്ല, വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ വന്ന് ഇതുപോലെ സ്റ്റേജിന് മുമ്പിൽ നിന്നിട്ട് ഇംഗ്ലീഷിലാണ് സാക്ഷ്യം. അന്ന് എനിക്ക് അത്രയൊന്നും ഭാഷ അറിയില്ല. ഐ എം ഫ്രാൻസിസ് കമ്മിങ് ഫ്രം തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേ ഒരാൾ സൂട്ട് കേസായിട്ട് വരുന്നത് കണ്ടു. മനസ്സിലായി 12ാമത്തെ ആളാണ്. അപ്പൊ ആന്റണി ക്ലെമന്റ് അച്ഛനാണ് അവിടുത്തെ ഡീൻ. ആ സമയത്ത് ആള് പറഞ്ഞു, പേടിക്കണ്ട, ഈ വർഷം സീറ്റില്ല, അടുത്ത കൊല്ലം സീറ്റ് തരാം. ഞാൻ തീരുമാനിച്ചു, ഇനി ഈ പരിപാടിക്കില്ല. ഞാൻ OM-ൽ പോയി സീറ്റ് കിട്ടിയില്ല, മദ്രാസിൽ ഒന്നും സീറ്റില്ല. ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ നാട് വിട്ട് വന്നുകൊണ്ട് ഇനി ഇവിടുന്ന് ഇവിടേക്ക് നാട് വിട്ട് പോകേണ്ടത്. ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ ചെന്നു. ബാംഗ്ലൂർ ചെന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ എനിക്ക് എന്നെ കാണാനായിട്ടൊരു കമ്പനിയുടെ ഉടമസ്ഥൻ വന്നു. നമ്മുടെ സഹോദരനാണ്, മൂപ്പനാണ് സഭയുടെ ആൾ. ഇതിന്റെ എല്ലാ വിശേഷങ്ങളും എനിക്ക് മനസ്സിലാക്കി കേട്ടു. നിനക്ക് ഞാൻ ജോലി തരാം എന്റെ കമ്പനിയിൽ, പകൽ ഷിഫ്റ്റ് മാത്രമേ, രാത്രിയില്ല, ശമ്പളം കൂട്ടിത്തരാം. ഒറ്റ കണ്ടീഷൻ, കർത്താവ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോവരുത് ഇവിടുന്ന്. കർത്താവ് വിളിക്കുന്നു എന്ന് പറഞ്ഞ് ജോലി വിട്ട് പോകരുത്. ഞാൻ പറഞ്ഞു, കർത്താവ് വിളിച്ചാൽ ഇനി പോകുന്ന പ്രശ്നമില്ല, വേണ്ടതോളം നാണം കെട്ടിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ താക്കോൽ എനിക്ക് തന്നു. ഞാൻ കമ്പനി തുറക്കണം, ഞാൻ കമ്പനി അടച്ചു പോകണം. അങ്ങനെയാക്കി. എന്റെ കീഴിലാണ് പല ആൾക്കാരും. അപ്പൊ ഞാൻ മില്ലിംഗ് മെഷീനിലാണ്. അപ്പൊ ഞാൻ കുറെ നാളെ ജോലിയൊക്കെ പഠിച്ചു. പക്ഷേ താക്കോലൊക്കെ മേടിച്ച് പിറ്റേന്ന് തുറക്കാൻ ചെന്ന് തുറന്നപ്പോ ഇതേ പ്രശ്നം, ദിസ് ഈസ് നോട്ട് യുവർ പ്ലേസ്. ഞാൻ കർത്താവ്, ഞാൻ OM-ൽ പോയി സീറ്റ് കിട്ടിയില്ല, ഞാൻ മദ്രാസിൽ പോയി സീറ്റ് കിട്ടിയില്ല, ഇതാണ് എന്റെ പ്ലേസ്. കർത്താവ്, ഇതല്ല നിന്റെ പ്ലേസ്, ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്.
അപ്പൊ ഞാൻ സംഘർഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. 4 മാസം വീണ്ടും ഈ മിസ്രൈമിയ രഥചക്രങ്ങൾ ചെങ്കടലിൽ കൂടെ പോയ പോലെ ദുഷ്കരമായിരുന്നു ഓട്ടം. എന്നാലും കടിച്ചു പിടിച്ച് ഒഴുക്കിനെതിരെ നീന്താനൊക്കെ ശ്രമിച്ചു. ഞാൻ കർത്താവേ, ഞാൻ ജോലി രാജിവെക്കുകയില്ല, അവിടുത്തെ ഹിതമാണെങ്കിൽ അങ്ങ് എന്നെ പുറത്തിറക്കണം. അങ്ങനെ ഒരു ശനിയാഴ്ച 86 സെപ്റ്റംബർ 27 ശനിയാഴ്ച ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ, നിങ്ങൾക്ക് മിഷനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, അതിന്റെ പുള്ളി എന്ന് പറയും, ഒരു ചക്രമാണ്, അത് പിടിച്ച് ആർബർ അഴിക്കുക, നട്ടഴിക്കുകയാണ് ഒരു സെറ്റ് ചെയ്തിട്ടുള്ള വർക്കിന്റെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ വേറൊരാൾ വന്ന് അറിയാതെ മെഷീൻ ഓൺ ചെയ്തു. ശരിക്കും ഞാൻ അങ്ങനെ അമർത്തി പിടിച്ച കാരണം കൈ മുഴുവൻ അങ്ങോട്ട് പോകേണ്ടതാണ്, പക്ഷെ ദൈവം അങ്ങനെ ഉദ്ദേശിച്ചില്ല. കൈ മിഷൻ തിരിഞ്ഞും കൂടെ കൈ ഉള്ളിലേക്ക് കടന്നുപോയി, ഒരു വിരൽ അറ്റുപോയി, ഒന്ന് അരഞ്ഞുപോയി. അപ്പോഴേക്കും എനിക്ക് ഇടയ്ക്ക് ഓർമ്മ വരും, ഇടയ്ക്ക് ഓർമ്മ പോവും. അങ്ങനെ ആൾക്കാർ എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇനി ജോലി ചെയ്യാൻ പറ്റില്ല, അത്ര മെറ്റിക്കുലസ് വർക്കാണ് ഈ മില്ലിംഗ് മെഷീൻ വർക്ക്. അതുകൊണ്ട് ഇനി ഞാൻ നാട്ടിലേക്ക് പോകേണ്ടി വരും. നാട്ടിലാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒന്നും അപ്പച്ചനോ ഇഷ്ടമില്ല വീട്ടുകാർക്ക്. അതുകൊണ്ട് ഇനി എൻ്റെ ഭാവി എന്തായി തീരും എന്നിങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മേഘം വന്ന് എന്നെ മൂടി. ഒരു ശബ്ദമുണ്ടായി, ഞാൻ നിന്നെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇതാണ് ഞാൻ കേട്ട ശബ്ദം, ഞാൻ നിന്നെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ആശുപത്രിയിൽ വെച്ചിട്ട് ഞാൻ എന്നെ ടേബിളിൽ കിടത്തി ക്ലീൻ ചെയ്യാൻ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി ശേഷിച്ച സമയം അവിടുത്തെ വേലയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. 86 സെപ്റ്റംബർ 27 ആണ് സംഭവിച്ചത്. ഒരു കൊല്ലം ചികിത്സയ്ക്കായിട്ട് പോയി, പിന്നെ ഒരു കൊല്ലം കുമ്മനാട്ട് പഠിക്കാൻ പോയി, പിന്നെ 2 കൊല്ലം നേരത്തെ സീറ്റ് കിട്ടാതിരുന്ന മദ്രാസിൽ പഠിച്ചു. 1990 മുതൽ ഞാൻ കർത്താവിന്റെ വയലിലുണ്ട്. ഇതുവരെയും നടത്തി. ഇപ്പൊ എത്ര വർഷമായി? 36 വർഷമായി വയലിൽ പഠനം കഴിഞ്ഞിട്ട് ശരിക്കും വയലിൽ പല സ്ഥലത്ത് പ്രവർത്തിച്ചു. താളിക്കൊണ്ട് പ്രവർത്തിച്ചു, വരാക്കര പ്രവർത്തിച്ചു, വാണിയംകുളം പ്രവർത്തിച്ചു, പാലിയേക്കര പ്രവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ആസാമിൽ പോയി, അവിടെ പ്രവർത്തിച്ചു. ഇപ്പൊ മൈസൂരിൽ 17 വർഷമായി മൈസൂരിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷ് നിർത്തി, മലയാളവും വായന നിർത്തി, കന്നഡ മാത്രം വായിക്കുന്നത്. കാരണം കന്നഡ ഇല്ലെങ്കിൽ പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ ഭാഷ പഠിക്കാൻ ഞാൻ ആസാമി പഠിച്ചതാണ് ഓൾറെഡി. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ പഠിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. ഈ ബിലയാമിന്റെ കഴുത അക്ഷരം പഠിക്കാതെ എബ്രായ ഭാഷയിൽ സംസാരിച്ചല്ലോ. അപ്പൊ നീ കഴുതയ്ക്ക് അങ്ങനെ കഴിവ് കൊടുത്തെങ്കിൽ എനിക്ക് തന്നുകൂടെ? അങ്ങനെ പ്രാർത്ഥിച്ചു. കർത്താവ് ഭാഷ തന്നു. ഞങ്ങളുടെ സഭ കന്നഡ സഭയാണ്. കന്നഡത്തിൽ എഴുതാനും വായിക്കാനും തർജ്ജമ ചെയ്യാനും എല്ലാം സാധിക്കും. അങ്ങനെയുള്ള ഒരു കൃപ കർത്താവ് തന്നു. ഞാൻ പഠിച്ചുണ്ടാക്കിയതൊന്നല്ല. ഞാൻ അക്ഷരമാല പഠിച്ചു. അക്ഷരമാല പഠിച്ചിട്ട് ബൈബിൾ വായിക്കാനായിട്ട് ആരംഭിച്ചു. ബൈബിൾ ഒരു പ്രാവശ്യം അവസാനിച്ചപ്പോഴേക്കും എനിക്ക് കന്നഡ ഭാഷ കർത്താവ് തന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. അവിടെ കന്നഡ മീഡിയം സഭയാണ്. 10-70 പേര് സഭയിലുണ്ട്. നല്ല നല്ല വിശ്വാസികളാണ്. വളരെ വിശ്വാസത്തിന് വില കൊടുത്തു വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ആ സഭയെ പരിപാലിച്ച് അങ്ങനെ പോരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. സാമ്പത്തിക സഹായം ഒന്നും ആവശ്യമില്ല. എന്നോട് കർത്താവ് പറഞ്ഞത് ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കാനാണ്. അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പൈസ വാങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം, കർത്താവിന്റെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണ്ടത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒരു വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവ് അനേക ആത്മാക്കളെ രക്ഷിക്കണം. കർണാടകത്തിൽ ഇപ്പൊ കൂർഗ് ജില്ലയിലേക്കും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ അതിരാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 2-3 പേര് വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് രാവിലെ 6 മുതൽ 7 മണി വരെ പ്രാർത്ഥിക്കും. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ, കർത്താവ് ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു വിശേഷതയും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് ജയിലിലേക്ക് പോകാനായിട്ടൊരു ഓപ്പണിംഗ് കിട്ടി. ഞങ്ങളുടെ സഭയിലുള്ള സഹോദരൻ, പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു സഹോദരൻ തന്നെ, അവൻ അഡ്വക്കേറ്റാണ്. അവൻ അപ്ലിക്കേഷൻ കൊടുത്തു. ജയിലധികാരി ഞങ്ങൾക്ക് പെർമിഷൻ തന്നു. അങ്ങനെ ഇപ്പോൾ കർണാടകത്തിൽ 12 ജയിലുകൾ സന്ദർശിച്ചു കഴിഞ്ഞു. 2 ജുവനൈൽ ഹോം സന്ദർശിച്ചു. നമ്മുടെ മുമ്പിൽ 160 പേര് ഇരിക്കുകയാണ്, തടവുപള്ളികൾ. തോക്കുമായിട്ട് പോലീസ് നിൽക്കുകയാണ്, കാവൽ നിൽക്കുകയാണ്. പുറത്ത് പ്രസംഗിച്ച് അടി കിട്ടും, പക്ഷെ അകത്ത് അനങ്ങി അവർക്ക് അടി കിട്ടും. നല്ല ഒന്നാം തരം കറക്റ്റ് സുവിശേഷം. ഒരു കാര്യം എക്സ്ട്രാ ഇല്ല, ഒരു ഇമാജിനേഷനും ഇല്ല, ഒന്നും ഏച്ചു കെട്ടിയിട്ടോ അല്ലെ, കറക്റ്റ് പക്കാ സുവിശേഷം എത്രയോ ജയിലുകളിൽ അറിയിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അത് കഴിഞ്ഞ് ആഹ്വാനം കൊടുക്കുമ്പോൾ, ഇപ്പം മടിക്കേരി സ്ഥലത്ത് ആഹ്വാനം കൊടുത്തപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. തടവുകാരാണ്, അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ള അനുവാദമില്ല. അപ്പൊ ആഹ്വാനം കൊടുക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്വീകരിക്കുകയാണ്. എത്ര ജനുവിനാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ഒരുപാട് ആളുകൾ, തടവുകാർ കർത്താവിന്റെ രാജ്യത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു, മൈസൂരിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകണം. അതിനുവേണ്ടി
ഞങ്ങളുടെ സഭയുടെ പേര് ഹൂട്ടകള്ളി സിയോൻ അസംബ്ലി എന്നാണ്. അപ്പം സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക, മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദൈവത്രത്തോളം സഹായിച്ചു. മൈസൂരിൽ വീടൊന്നും വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ തന്നെ വെച്ച വീട് വെറുതെ കാലി കിടക്കുകയാണ്. അത് ആരും വാങ്ങുന്നുമില്ല, വാടകയ്ക്കും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വീടൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ആ വേല നിവർത്തിക്കണം, ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. ഈ ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. അതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനി സാക്ഷ്യം പറഞ്ഞു അധികം പോകുന്നില്ല. ഇന്ന് ഒരു വചനം വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. ഒരു 8:45 9 മണി വരെ നമുക്ക് പോകാമെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് സമയം, ഞാൻ വാച്ച് കെട്ടാറില്ല. ഒരു ദൈവം സമയത്ത് നിർത്താനായിട്ട് കൃപ ചെയ്യട്ടെ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരാം. എക്സോഡസ് ചാപ്റ്റർ 17. അതിൻ്റെ 8 മുതൽ 16 വരെ ആണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം വായിക്കാൻ സമയമില്ല. ചുരുക്കമായി ചില കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ മരുഭൂമിയിൽ കൂടെ ഇസ്രായേൽ വരികയാണ്. അങ്ങനെ ആ മരുഭൂമി യാത്ര വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. നാം അങ്ങനെ പാടാറുണ്ടല്ലോ, മരുഭൂ യാത്ര അതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണായി, അവൻ നമ്മെ എന്നെന്നും വഴി നടത്തും. അപ്പൊ ക്രിസ്തീയ ജീവിതം അതിന്റെ ഒരു ചിത്രമാണ് ഈ ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര. ഇവിടെ 8-ാം അധ്യായത്തിൽ ആ മരുഭൂമി യാത്രയിൽ ഉണ്ടായ ആദ്യത്തെ യുദ്ധമാണ് കാണുന്നത്. ഒന്നാമത്തെ യുദ്ധം. ഈ ഒന്നാമത്തെ യുദ്ധം ആരുമായിട്ടാ യുദ്ധം? 8-ാം വാക്യത്തിൽ രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. രഫീദീമിൽ വെച്ച്. രഫീദീം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറിയിൽ പ്ലെയിൻസ് എന്നാണ്, സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതമാണെങ്കിൽ സൂക്ഷിക്കും, നാം നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കും. ഇത് സൂക്ഷിക്കാൻ അത്ര ആവശ്യമില്ല, പ്ലെയിൻ സ്ഥലമാണ്, സമതലമാണ്. പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകയില്ലെന്നാണ് വിചാരിച്ചത്. അങ്ങനെ സമയത്താണ് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകയില്ല എന്ന് നാം ചിന്തിക്കുന്ന സമയത്തായിരിക്കാം ആത്മീക യുദ്ധം നമുക്ക് നേരെ വരുന്നത്. ഇപ്പൊ കുഴപ്പമില്ല, സമതലമാണ്, പർവ്വതമല്ല, നദിയല്ല, സമുദ്രമല്ല കടക്കുന്നത്, കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. ഇങ്ങനെ ഒരു നല്ല അനുഭവത്തിന്റെ ആ സ്ഥിതിയിലിരിക്കുമ്പോഴാണ് യുദ്ധം വരുന്നത്. അപ്രതീക്ഷിതമായി യുദ്ധം വരുന്നത്, പ്രതീക്ഷിക്കാതെ. അതാണ് അമാലേക്ക്. അമാലേക്ക് യുദ്ധത്തിന് വരികയാണ്. എന്നിട്ട് അമാലേക്ക് യുദ്ധത്തിന് വന്ന ആ സമയം നോക്കുമ്പോൾ അവരുടെ ഇടയിൽ അല്പം കലഹമൊക്കെ ഉണ്ടായി. 17-ാം അധ്യായം ആരംഭിക്കും, വെള്ളം ഉണ്ടായില്ല, വെള്ളം ലഭിച്ചില്ല. അതുകൊണ്ട് അവർ പിറുപിറുത്തു. അങ്ങനെ 7-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുക നിമിത്തവും ആ സ്ഥലത്തിന് മസ അഥവാ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു. പരീക്ഷയും കലഹവും, ദൈവത്തെ പരീക്ഷിക്കുകയാണ്. ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം. എന്തിനു സംശയിക്കുന്നേ? രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം. മാത്രമല്ല നിത്യവും മന്ന വീഴുന്നു. ദൈവമാണ് പരിപാലിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോഴാണ് ദൈവം കൂടെ ഉണ്ടോ എന്നുള്ള സംശയം. ഈ സമയത്താണ് അമാലേക്ക് വന്ന് ആക്രമിക്കുന്നത്. അമാലേക്ക് അമാലേക്ക് എങ്ങനെ ആക്രമിക്കുന്നത്? നാം ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു പരാമർശം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 25-ാം അധ്യായം. അവിടെ അതിന്റെ 17-18 വായിക്കുമ്പോൾ, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത്, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം തന്നെ ഓർത്തുകൊള്ളുക. അമാലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. അവന് ദൈവത്തെ ഭയമില്ല. അത് മാത്രമല്ല, എപ്പോഴാണ് ആക്രമിച്ചത്? ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ,
പിന്നണിയിലുള്ള ബലഹീനരെ ആണ് സംഹരിച്ചത് ആദ്യം. ഇങ്ങനെയാണ് അമാലേക്ക് ആക്രമിക്കുന്നത്, ബലഹീനരെ. റോമാലേഖനത്തിൽ ബലഹീനരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. 14 അധ്യായത്തിലും 15 അധ്യായത്തിലുമുണ്ട് ബലഹീനരെ താങ്ങണം എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ബലഹീന വിശ്വാസികളെയാണ് ആദ്യം ആക്രമിച്ച് തോൽപ്പിക്കുന്നത്. അങ്ങനെ അമാലേക്ക് വന്ന് ആക്രമിക്കുകയാണ്. ഈ കാര്യം നാം പഠിക്കേണ്ട ആവശ്യം എന്താണ്? 10,000-4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പൊ നാം പഠിച്ചിട്ട് എന്താ കാര്യം? ഒരു കാരണമുണ്ട്. കാരണം ഈ അമാലേക്കുമായിട്ടുള്ള യുദ്ധം 17-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവയുടെ സിംഹാസനത്താണ യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല അമാലേക്കുമായിട്ടുള്ള യുദ്ധം. ഇത് തലമുറയായിട്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് ആ യുദ്ധം എങ്ങനെ ജയിക്കണം എന്നുള്ള രഹസ്യമാണ് ഈ ഭാഗത്ത് കാണുന്നത്. അമാലേക്കുമായിട്ടുള്ള യുദ്ധം എങ്ങനെ ജയിക്കാം, അതാണ് അതിന്റെ സീക്രട്ടാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. ഓക്കെ, അമാലേക്ക് ആരാണെന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, അമാലേക്ക് ഏശാവിന്റെ ആദ്യജാതനായ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? 36-ാം അധ്യായത്തിന്റെ 12 അവിടെ വായിക്കുന്നത്, തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ ഏലീഫാസിന്റെ വെപ്പാട്ടിയായിരുന്നു. അവൾ ഏലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഏശാവെ ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ്. അവന്റെ മകൻ ഏലീഫാസ്, അവൻ ഇവിടെ ജഡത്തിന്റെ ചിത്രമാണ്. മാത്രമല്ല അവന്റെ വെപ്പാട്ടിയിൽ ഉണ്ടായ മകനാണ് അമാലേക്ക്. അപ്പൊ അമാലേക്ക് ലളിതമായി പറഞ്ഞാൽ ജഡത്തിന്റെ ചിത്രമാണ്. ജഡത്തിന്റെ ചിത്രം എന്താണ് ജഡം എന്നുള്ളത് ഒരു ക്ലാസ് എടുക്കേണ്ടതാണ്. അത് നിങ്ങൾ അറിഞ്ഞു കാണും. ഞാൻ അതിലേക്ക് അധികം വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശ്വാസികൾക്ക് ജഡസംബന്ധമായിട്ട് പോരാട്ടമുണ്ടെന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് എന്ന് കാണുന്നു. അപ്പൊ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ, ജഡസ്വഭാവം. ഈ ജഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത് ബൈബിൾ: ദേഹം, ദേഹി, ആത്മാവ്. ഞാൻ പറഞ്ഞതല്ല, എന്റെ കണ്ടുപിടുത്തമല്ല. 1 തെസ്സലോനിക്കർ 5:23 അവിടെ നിങ്ങൾ ആത്മാവ്, ദേഹം, ദേഹി, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ശരീരം എന്ന് പറഞ്ഞ ഈ ശരീരം. എന്നാൽ ദേഹി അഥവാ സോൾ എന്ന് പറഞ്ഞാൽ ഈ സോളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, വിഷയസംബന്ധമായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ബുദ്ധിശക്തി. നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട്. ബുദ്ധിശക്തി, എല്ലാ ഇൻഫർമേഷനും വന്ന് കൂടുന്ന സെന്ററാണ് ഇന്റലിജൻസ്, ബുദ്ധിശക്തി. എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. അതുപോലെ നമുക്ക് ഇമോഷൻസ് ഉണ്ട്. സ്നേഹം, ദേഷ്യം, അസൂയ, പക എല്ലാം ഉണ്ട്. ഇതെല്ലാം വന്ന് സെൻട്രലൈസ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ബൈബിൾ ഭാഷയിൽ ഹൃദയം. മെഡിക്കൽ ടൈം അല്ല, ഹൃദയം. അപ്പൊ നമുക്ക് ബുദ്ധിശക്തിയുണ്ട്, വികാരങ്ങളുണ്ട്, അഥവാ ഇമോഷൻസ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് തീരുമാന ശക്തിയുണ്ട്, വിൽ പവർ ഉണ്ട്, ഇച്ഛാശക്തി. ഈ തലമാണ്, ഇതാണ് ദേഹി എന്ന് പറയുന്നത്. ദേഹി. നാം ജീവിച്ചിരുന്നത്, രക്ഷിക്കപ്പെടും മുമ്പ് ജീവിച്ചിരുന്നത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, നമ്മുടെ ഫീലിങ്സിനനുസരിച്ച്, നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് ആണ് ജീവിച്ചിരുന്നത്. നമ്മുടെ തീരുമാനം, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ ഫീലിങ്സ്.
എന്നാൽ ഇത് വിട്ട് നമുക്കൊരു ആത്മാവുണ്ട്, മനുഷ്യാത്മാവ്. ജന്മനാൽ അത് ഇന്നാക്റ്റീവ് ആയിരുന്നു, മരിച്ച അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഒരു ഫോൺ നമ്മൾ പറയാറുണ്ട്, അത് ചത്തുപോയി എന്ന് പറയും. ഫോൺ എന്താ അർത്ഥമാക്കുന്നത്? അത് കണക്ഷൻ ഇല്ല, അതിന് സെൻട്രായിട്ട് കണക്ഷൻ ഇല്ല, ഉപയോഗിക്കാൻ സാധിക്കയില്ല. അപ്പൊ അതിനെ ചത്തു എന്നാ പറയുന്നത്. ഇതുപോലെ നമ്മുടെ ആത്മാവ് ചത്തുപോയി, ദൈവവുമായിട്ട് ബന്ധമില്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല, ആലോചനകളില്ല, കൂട്ടായ്മയില്ല, ദൈവമായിട്ടുള്ള ബന്ധമില്ല. അങ്ങനെയുള്ള ആത്മാവായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് ദേഹിയിലാണ് നാം ജീവിച്ചിരുന്നത്. എന്നാൽ യേശുവിനെ നാം സ്വീകരിച്ചപ്പോൾ, രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, യേശു കർത്താവ് ആത്മരൂപത്തിൽ നമ്മുടെ ആത്മാവിൽ വന്നു, മനുഷ്യാത്മാവിലേക്ക് വന്നു. മൃതമായ, ജീവനില്ലാത്ത, ഇന്നാക്റ്റീവായ മനുഷ്യാത്മാവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ മർമ്മമായി യേശു കർത്താവ് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ ആത്മാവിന് ജീവൻ പ്രാപിച്ചു. ആത്മാവിന് ജീവൻ പ്രാപിച്ചു. ഇപ്പോ ആത്മാവിൽ കർത്താവ് വസിക്കുന്നു, ദേഹിയിൽ ആര് വസിക്കുന്നു? പാപം വസിക്കുന്നു. എന്റെ ഭാഷയല്ല, പൗലോസ്ലീഹയുടെ ഭാഷയാണ്. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ എന്ത് വസിക്കുന്നില്ല? നന്മ വസിക്കുന്നില്ല. എന്നിൽ എന്ത് വസിക്കുന്നു? പാപം വസിക്കുന്നു. ഇത് എവിടെ നിന്ന് കിട്ടി? ആദാം മനഃപൂർവമായി ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ കിട്ടിയതാണ്. പാപ സ്വഭാവം, പിശാചിന്റെ സ്വഭാവം കിട്ടിയതാണ്. ആദാമിൽ നിന്ന് ജനിച്ചവരാണ് നാം എല്ലാവരും. ജന്മനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഈ പാപ സ്വഭാവം. ഈ പാപ സ്വഭാവം ഇല്ലാതെ ജനിക്കണമെങ്കിൽ ആദാമിന്റെ കുടുംബത്തിൽ ജനിക്കാൻ പാടില്ല. അങ്ങനെ ആദാമിന്റെ കുടുംബത്തിൽ ജനിക്കാത്ത ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് യേശു കർത്താവിൽ മാത്രം ഉള്ളിൽ പാപമില്ല, അവനിൽ പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ പാപമില്ല. നമ്മെല്ലാവരിലും പാപമുണ്ട്. അപ്പൊ പാപ സ്വഭാവമുണ്ട്, ദേഹിയിലാണ് വസിക്കുന്നത്, നമ്മുടെ ജഡത്തിൽ. നമ്മൾ തീരുമാനം ചെയ്താൽ അപ്പൊ അതിന്റെ മുകളിൽ പാപം വരും. നമ്മുടെ ഇമോഷൻസ് ഒക്കെ തെറ്റാണ്, പലപ്പോഴും തെറ്റാണ്. നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ പാപമാണ്. ദേഹിയിൽ നിന്ന് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും പാപത്തിന്റെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇപ്പോ എങ്ങനെ പറയാൻ സാധിക്കും? ഒറ്റ മൊബൈൽ ഫോൺ, 2 സിം കാർഡ്. ഒരു സിം കാർഡിന്റെ പേരാണ് ആദാം, മറ്റൊരു സിം കാർഡിന്റെ പേരാണ് ജീസസ്. അറിയാൻ വേണ്ടി പറയുന്നതാണ്. ഞങ്ങൾ ഈ കർണാടകത്തിൽ പഠിപ്പിക്കുന്ന കാരണം അതുപോലെ പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോ അതിനു മുമ്പ് പാപസ്വഭാവം ഉണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോ പാപസ്വഭാവത്തെ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല, നീക്കി കളഞ്ഞിട്ടില്ല, അതവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ മറ്റൊരു സ്വഭാവം ലഭിച്ചു. അതിന്റെ പേരാണ് ദിവ്യ സ്വഭാവം. പാപസ്വഭാവം ഉണ്ട്, ഇപ്പൊ തന്നെ ദിവ്യ സ്വഭാവം ലഭിച്ചു. കർത്താവ് പറഞ്ഞു, ഇനി പഴയ സിം ഉപയോഗിക്കരുത്. പഴയ സിം, ആദാമിന്റെ സ്വഭാവം ഇനി എടുക്കരുത്. അതിലൂടെ മെസ്സേജ് ഒക്കെ വരും, കാരണം അത് ലൈഫ് ലോങ് ചാർജ്ഡ് ആണ്. അതുകൊണ്ട് മെസ്സേജ് വരും, മിസ് കോൾ വരും. പ്രതികരിക്കരുത്, എടുക്കരുത് എന്ന് കൽപ്പിച്ചിട്ടാണ് പുതിയ സ്വഭാവം തന്നിരിക്കുന്നത്. പുതിയ സ്വഭാവത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ശക്തി നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. പുതിയ സ്വഭാവത്തിൽ ഈ ജീവിക്കാനായിട്ട്, ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കണം. ഈ പഴയതിനെ നിരാകരിക്കണം. ഡിനൈ യുവർ സെൽഫ്. എന്നിട്ട് യേശുക്രിസ്തുവിനെ ധരിക്കണം. പുതിയ സ്വഭാവത്തിൽ ജീവിക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അപ്പം ഈ പഴയ സ്വഭാവം, അതിനെയാണ് ജഡസ്വഭാവം അഥവാ അമാലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അമാലേക്കുമായിട്ടുള്ള യുദ്ധം എത്ര കാലമുണ്ട്? തലമുറയോളം യുദ്ധമുണ്ട്. മരിക്കും വരെ, നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടും വരെ അമാലേക്കുമായിട്ടുള്ള യുദ്ധം ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മോശയോട്, യോശുവോട് പറയേ, പുസ്തകത്തിൽ എഴുതി വെക്കേ. കാരണം ഇന്നുകൊണ്ട് തീരുന്നതല്ല ഈ യുദ്ധം. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായിട്ട് യുദ്ധമുണ്ട്. ഓക്കെ, ഇനി ഈ യുദ്ധത്തിൽ എങ്ങനെ വിജയം വരിക്കാൻ സാധിക്കും? ആ സീക്രട്ടാണ് ഇവിടെ വായിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം. പുറപ്പാട് 17-ാം അധ്യായം, അവിടെ 9-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക,
ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. അപ്പം പിശാചിനോട് എന്തു ചെയ്യണം? എതിർത്ത് നിൽക്കണം. എതിരിಸಿ നില്ലലേ വേക്കൂ. കന്നഡത്തിന് കുറച്ചുകൂടി ഫോഴ്സ് ആയിട്ട്, നമുക്ക് മലയാളം ഇപ്പൊ വരുന്നില്ല അത്രയും ഫോഴ്സിൽ. എതിർത്ത് നിൽക്ക തന്നെ വേണം. വാക്യമുണ്ടോ? വാക്യമുണ്ട്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിന്നില്ലെങ്കിലോ അവൻ അവിടെ പരിസരത്തുണ്ടാവും. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അത് അവിടെ ഉണ്ട്. എതിർത്തില്ലെങ്കിൽ അവിടെ നിൽക്കും. അപ്പോ യുദ്ധം ചെയ്യണം, ശക്തി ഉപയോഗിക്കണം, റെസിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എത്രത്തോളം റെസിസ്റ്റ് ചെയ്യണം? പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. എബ്രായ വിശ്വാസികളോട് പറയുമ്പോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറയുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. അപ്പോ പാപത്തോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. എതിർത്ത് നിൽക്ക തന്നെ വേണം. അതൊരു വശത്ത്. എന്നാൽ മറുവശത്ത് എന്താ വായിക്കുന്നത്? അതിന്റെ 9-ാം വാക്യത്തിന്റെ അവസാനത്തിൽ, നാളെ കുന്നിൻ മുകളിൽ ഞാൻ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. അപ്പൊ കുന്നിൻ മുകളിൽ താഴ്വാരത്തിൽ യുദ്ധം നടക്കുന്നത് മോശയ്ക്ക് കാണാം. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് മോശെ കൈ ഉയർത്തി നിൽക്കുകയാണ്. ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ആക്രമിച്ച് കയറുന്നത്, അമാലേക്ക് പിന്തിരിഞ്ഞു പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ കൈക്ക് ഭാരം തോന്നിയപ്പോ മോശ എന്ത് ചെയ്തു? കൈ താഴെയിട്ടു. താഴെയിട്ടപ്പോ ഓടിപ്പോയ അമാലേക്ക് തിരിച്ചു വന്ന് ആക്രമിക്കുകയാണ്. ഈ കൈ ഉയർത്തുന്നതാണ് വിജയരഹസ്യം. ഈ കൈ ഉയർത്തുന്നത് എന്തിന്റെ ചിത്രമാണ്? നമുക്കറിയാം അല്ലേ? എന്തിന്റെ ചിത്രമാണ്? 141-ാം സങ്കീർത്തനം, Psalm 141, അതിന്റെ 2-ാമത്തെ വാക്യം നമുക്കറിയുന്ന വാക്യമാണ്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. ദൈവത്തിലേക്ക് കൈ ഉയർത്തി നിൽക്കുന്നത് പ്രാർത്ഥനയുടെ ചിത്രമാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിലും 2-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാക്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കൈകൾ ഉയർത്തുന്നത് പ്രാർത്ഥനയുടെ ചിത്രമാണ്. മോശെ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിടുമ്പോൾ അമാലേക്ക് ജയിക്കും. യുദ്ധം ചെയ്യേണ്ടത് ചെയ്യണം, അത് വാസ്തവം. പക്ഷേ വിജയം അടങ്ങിയിരിക്കുന്നത് കൈ ഉയർത്തി നിൽക്കുന്ന മോശയുടെ പക്ഷപാത ശുശ്രൂഷയിലാണ്. ഈ കൈ ഉയർത്തി നിൽക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, എത്ര നേരം ഒരാൾക്ക് കൈ ഉയർത്തി നിൽക്കാൻ പറ്റും? കൈ ഉയർത്തി നിന്നാൽ എന്ത് സംഭവിക്കും? സാവകാശം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെയായി തീരും മേലോട്ട്. എന്നിട്ട് കൈകൾ കഴയ്ക്കാൻ തുടങ്ങും, പിന്നെ തരിക്കാൻ തുടങ്ങും, പിന്നീട് മരവിക്കും, പാരലൈസ് ആവും. അപ്പൊ പ്രാർത്ഥന കൈ ഉയർത്തുന്നതിന്റെ ചിത്രമാണ്. അങ്ങനെങ്കിൽ പ്രാർത്ഥന സ്വാഭാവികമായ കാര്യത്തിന് വിരുദ്ധമായ കാര്യമാണ്, സാധിക്കയില്ല. അതുകൊണ്ട് സാധിക്കാത്തത്. ചിലരൊക്കെ വിചാരിക്കുക, എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? പ്രാർത്ഥിക്കാൻ പറ്റും, ഇത് സാധാരണമായ കാര്യമല്ല. മരവിച്ചു പോകുകയാണ്. അധികം പ്രാർത്ഥിച്ചാൽ എന്തുണ്ടാകും? വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥന ശരിക്കും ഒരു പോരാട്ടമാണ്. നമ്മുടെ ജീവൻ തന്നെ തൃണവൽക്കരിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. നാം പോരാടുന്നത് പിശാചുമായിട്ടാണ്, അന്ധകാര ശക്തികളുമായിട്ടാണ് പോരാട്ടം. അതുകൊണ്ട് ഇതൊരു ഒരു ഫുട്ബോൾ കളി പോലെയല്ല, ഇത് ശരിക്കും യുദ്ധമാണ് പ്രാർത്ഥന.
ഞങ്ങള് നെല്ലിക്കുന്നത്ത് ഉണർവ് പുറപ്പെടുന്നെങ്കിൽ നെല്ലിക്കുന്നത്ത് നിന്ന് പുറപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളൊരു ടീം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാസത്തിൽ 3 ദിവസം ഉപവസിച്ച്. കുറെ കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ചിതറിപ്പോയത്. ചിലര് പാപത്തിൽ വീണു, ചിലര് നഷ്ടം സംഭവിച്ച് മാറിപ്പോയി. അങ്ങനെ അതിൽ നിന്ന് ചില ആളുകൾ മാത്രം ഇങ്ങനെ വേർപെട്ട് പിന്നെ വീണ്ടും പ്രാർത്ഥന തുടർന്നു. ആ ടീമിലുണ്ടായിരുന്ന ആളാണ് പിന്നീട് ബാബു വൈന്തലൊക്കെ. അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം പ്രാർത്ഥന ഒരു സാധാരണ കാര്യമല്ല, അതൊരു പോരാട്ടം തന്നെയാണ്. ഈ പോരാട്ടത്തിൽ വിജയം വരിക്കാനായിട്ട് കൈകൾ ഉയർത്തി നിൽക്കണം. തനിച്ച് അത് സാധ്യമല്ല. തനിച്ച് പ്രാർത്ഥിച്ച് ജയിക്കാൻ സാധ്യമല്ല. വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം, കുടുംബത്തിന്റെ വിഷയങ്ങൾക്ക് കുടുംബമായിട്ട് പ്രാർത്ഥിക്കണം, സഭയുടെ വിഷയങ്ങൾക്ക് സഭയായിട്ട് പ്രാർത്ഥിക്കണം. ഇവിടെ ഇവര് എന്ത് ചെയ്ത കാര്യം നമുക്ക് നോക്കാം. 17-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം. മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ല് എടുത്തു വെച്ച് അവൻ അതിന്മേൽ ഇരുന്നു. 2 പേര് സഹായിക്കാനായിട്ട് വന്നു. ആരാണ് സഹായിക്കാൻ വന്നത്? ഒന്ന് അഹരോൻ സഹായിക്കാനായിട്ട് വന്നു, പിന്നെ ഹൂര് സഹായിക്കാനായിട്ട് വന്നു. അവർ 2 പേരും ഒരുത്തൻ അപ്പുറത്തും ഒരുത്തൻ ഇപ്പുറത്തും നിന്നു. അവന്റെ കൈ താങ്ങി. പകൽ മുഴുവൻ മോശ കൈ ഉയർത്തിയിരുന്നു. യുദ്ധം ജയിക്കുന്നവരെ കൈ ഉയർത്തിയിരുന്നു, താഴെ ഇട്ടില്ല. 2 പേർ സഹായികളായിട്ട് നിന്നു. ഞാൻ വിചാരിക്കുന്നു യുദ്ധം കഴിഞ്ഞപ്പോഴേക്ക് മോശയ്ക്ക് കൈ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ. അതുപോലെയായി. കൈ ഉണ്ടോന്ന് അറിയില്ല, പാരലൈസ് ആയി, അതുപോലെ ആയി കാണും. എന്നാലും യുദ്ധം ജയിച്ചു. അപ്പൊ സഹായികൾ ആവശ്യമാണ്. ദൈവസഭയിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുള്ളത് വളരെ വിരളമാണ്. ജയിക്കാൻ സാധിക്കും. നാം ദാവീദിന്റെ വീരന്മാർ ചില വായിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ജയിച്ച ആളുകളുണ്ട്, അല്ലേ? ചെറുപയറുള്ള വയലിൽ കൂടെ സൈന്യം വന്നപ്പോൾ എല്ലാവരും ഓടിപ്പോയി. അവിടെ ഒരുത്തൻ അവിടെ നിന്നു. നാം വായിക്കുന്നത് അവൻ ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്തു. കൈ വാളോട് പറ്റിപ്പോകും വരെ അവൻ ഫെലിസ്ത്യരെ വെട്ടിയെന്ന് വായിക്കുന്നു. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. അങ്ങനെ വീരന്മാരുണ്ട്. വേറൊരുത്തന് 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു വന്ന ഒരുത്തനുണ്ട് വീരന്മാരുടെ പട്ടികയിൽ. അബീശായി മോശമല്ല. അബീശായി നാം വായിക്കുന്നുണ്ട്, ഒരേ സമയത്ത് 300 പേരുടെ നേരെ കുന്തം വാങ്ങി അവരെ സംഹരിച്ചു കളഞ്ഞു. 300 പട്ടാളക്കാരോട് കുന്തം മാത്രം എടുത്ത് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ സാധാരണ കാര്യമല്ല. ആ അഭിഷേകമാണ് ഒരിക്കൽ പറഞ്ഞു ദാവീദിനോട്, ദാവീദേ ഒറ്റ കുത്തിന് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞത്. കാരണം 300 പേർ നേരെ വിജയം വരിച്ച അഭിഷായി പറയുകയാണ്, ദാവീദേ ഈ ശൗലിന്റെ പ്രശ്നമൊക്കെ ഒറ്റ കുത്തിന് ഒരു ശബ്ദം പോലും കേൾക്കയില്ല, ഞാൻ പരിഹരിച്ചു തരാം. ദാവീദ് പറഞ്ഞു, വേണ്ട, ജലപാത്രവും കുന്തം കൊടുക്കുക, നമുക്ക് പോകാം. ദാവീദ് അതിനെ അനുവദിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇവിടെ ഒറ്റയ്ക്ക് പ്രയാസമാണ്. അതുകൊണ്ട് 2 പേര് സഹായിക്കാനായിട്ട് വന്നു, അഹരോനും ഹൂരും. അവർ സൂര്യൻ അസ്തമിക്കും വരെ ആ കൈ താങ്ങി, ആ കൈ അങ്ങനെ ഉറച്ചു നിന്ന് അമാലേക്കുമായിട്ടുള്ള യുദ്ധം ജയിച്ചു. ഈ ദൈവ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവർക്ക് അനുഗ്രഹമുണ്ട്, സഹായികളായിട്ട് വരുന്നവർക്കും അനുഗ്രഹമുണ്ട്. സഭയിൽ ഒരിക്കലും മത്സരിക്കരുത്. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മത്സരിക്കരുത്. ശമൂവേൽ ബാലൻ മത്സരിച്ചോ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശീലോം ബ്രദറിന് അസംബ്ലി. സ്ഥിതി എങ്ങനെയായിരുന്നു? ഏലിക്ക് കണ്ണു കാണുന്നില്ല, ഏലിക്ക് വിവേചന ശക്തിയുമില്ല, മക്കളാണെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മധ്യത്തിലാണ് ശമൂവേൽ ബാലൻ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഞാനാണെങ്കിൽ പറയും, ഞാനൊന്നും ഇവിടെ ഇല്ല, ഞാൻ പോവാന്ന് പറയും, ഇല്ലേ? അതാണ് ഞാനും ശമൂവേലും തമ്മിലുള്ള വ്യത്യാസം. ശമൂവേൽ അവിടെ നിന്നു. ആ വായിക്കുന്നത് 2-3 ഭാഗത്ത് ആവർത്തിക്കുന്നുണ്ട്. ശമൂവേൽ ബാലനോ ഏലിയുടെ മുൻപാകെ ആർക്ക് ചെയ്തു ശുശ്രൂഷ? യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ആ സ്ഥലം മോശമാണ്, സാക്ഷ്യമില്ല, വിശ്വാസികളിൽ തന്നെ പല പ്രയാസങ്ങളാണ്. എങ്കിലും അവൻ വിട്ടുപോയില്ല, അവൻ അവിടെ നിന്നു. കുറെ കഴിഞ്ഞപ്പോ എന്തുണ്ടായി? കുറെ കഴിഞ്ഞപ്പോ നാം വായിക്കുന്നത്, ദൈവം ഏലിയോട് സംസാരിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ശമൂവേലിനെ വിളിക്കാനായിട്ട് ആരംഭിച്ചു. രാത്രി വിളക്ക് കെടുന്ന സമയത്തിന് മുമ്പ് തന്നെ ശമൂവേൽ വന്ന് കിടന്നു. വിളക്ക് കെട്ടു, ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ആരോ വിളിക്കുകയാണ്, ശമൂവേലേ, ശമൂവേലേ. ആരാണ് എന്നെ വിളിക്കുന്നത്? എന്റെ മാതാപിതാക്കൾ അങ്ങ് ദൂരെ രാമയിലാണ്. അവര് വിളിക്കാൻ സാധ്യതയില്ല. ഇനി ആരായിരിക്കും ഈ രാത്രി എന്റെ പേര് വിളിക്കുന്നത്? അവൻ ഓടി ഏലിയുടെ അടുക്കൽ ചെന്നു. ഏലി പറഞ്ഞു, 3-4 പ്രാവശ്യം ആവർത്തിച്ചപ്പോ ഏലി പറഞ്ഞു, യഹോവയാണ് ബാലനെ വിളിക്കുന്നതെന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി പറഞ്ഞു, ഇനി വിളിക്കുകയാണെങ്കിൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. പിന്നെ അവനോട് സംസാരിക്കേണ്ട ആരംഭിച്ചു. നാം പിന്നീട് വായിക്കുന്നത്, ഫ്രം ദാൻ ടു ബേർഷീബ,
All the people of Israel came to know that Samuel was the faithful prophet of the Lord. ദാനിന്ദ ബേർശേബ വരേകു. എങ്ങനെ മലയാളത്തിൽ? ദാൻ മുതൽ ബേർശേബ വരെ എല്ലാ ഇസ്രായേലും ശമൂവേൽ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഒരു കാലം കഴിഞ്ഞപ്പോൾ ദൈവം തെറ്റ് ചെയ്തവരെ മാറ്റിയിട്ട് ശമൂവേലിനെ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ നാം ദൈവത്തിന്റെ ആലയത്തിൽ മത്സരികളായിട്ടിരിക്കാനായിട്ട് പാടില്ല, സഹായികളായിട്ടിരിക്കണം. ഒരു വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സഹായത്തിന് വന്ന അഹരോനും ഹൂരിനും ലഭിച്ച അനുഗ്രഹം എന്താണ്? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അഹരോൻ നാം 24 അധ്യായത്തിന്റെ ഇതേ പുസ്തകം 24 അധ്യായത്തിന്റെ 14 വാക്യം വേഗത്തിൽ വായിക്കാം. പുറപ്പാട് 24:14. 14 chapter 24 verse 14. ഇവിടെ താമസിപ്പിൻ. മതി. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ എവിടെ ചെല്ലണം? അഹരോന്റെയും ഹൂരിന്റെയും അടുക്ക ചെല്ലണം. ഇപ്പൊ അവരാരാണ്? ഇസ്രായേൽ സഭയിൽ അവരിപ്പോ ജഡ്ജസ് ആണ്, ന്യായം തീർക്കുന്നവരാണ്. ന്യായം തീർക്കുന്ന ആ അവകാശം അഹരോനും ഹൂരിനും ലഭിച്ചു. ഒരു ശുശ്രൂഷയും പെട്ടെന്ന് ലഭിക്കുന്നതല്ല. ദൈവ ജനത്തിന്റെ വിജയത്തിനു വേണ്ടി സന്ധ്യ വരെ മോശയോട് ചേർന്ന് കൈ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നിന്ന അഹരോനെയും ഹൂരിനെയും സ്വല്പം കഴിഞ്ഞപ്പോ ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരായി, ന്യായം തീർക്കുന്നവരായി ദൈവം നിയമിച്ചു. അതുമാത്രമല്ല, പിന്നീട് പറയാനായിട്ട് സമയമില്ല, പിന്നെ അഹരോൻ ആരായി തീർന്നു? മഹാപുരോഹിതൻ, ഇസ്രായേലിന്റെ മഹാപുരോഹിതൻ. ഓ ദൈവത്തിന് സ്തോത്രം. അവൻ ധരിക്കേണ്ട അങ്കികളൊക്കെ നാം വായിക്കുന്നുണ്ട്. അതൊക്കെ ധരിച്ച് അവൻ നിൽക്കുമ്പോ ഒരു മഹാരാജാവിന്റെ ഗെറ്റപ്പാട് നിൽക്കുന്നത്, തലയിൽ കെട്ടുന്നത്, അതുപോലെ രത്നക്കല്ലുകൾ, 12 രത്നക്കല്ലുകൾ പതിച്ച ആ വസ്ത്രം, ആ നീളക്കുപ്പായം, ഇതൊക്കെ ഇട്ടുകൊണ്ട് അഹരോൻ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തത്? ദൈവജനത്തിന് വേണ്ടി അവൻ കഷ്ടം സഹിച്ചതുകൊണ്ട്. അപ്പൊ ഈ ഹൂരിന് എന്തെങ്കിലും ലഭിച്ചോ? ഹൂരിനെ ന്യായം തീർക്കുന്നവനായിട്ട് തീർത്തു ആദ്യം. എന്നാൽ പിന്നീട് നാം ഹൂരിനെ കുറിച്ച് കാണുന്നത്, ആ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 31 ഫ്രം വേഴ്സസ് 1 to 4. അവിടെ വായിക്കുന്നത്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ, ശ്രദ്ധിക്കുക, ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ബെസലേൽ ആരാണ്? ഹൂരിന്റെ കൊച്ചുമകനാണ്. ഹൂരിന്റെ കൊച്ചുമകനാണ് ബെസലേൽ. ബെസലേലിനെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും, പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും, രക്തം വെട്ടി പതിപ്പാനും, മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും, സകല വിധമായ പണിത്തരമുണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ടും നിറച്ചിരിക്കുന്നു. ആരിനെ? ബെസലേലിനെ. ഹൂരിയുടെ കൊച്ചുമകനാണ് ബെസലേൽ. ഇന്ന് ഇസ്രായേലിന്റെ വലിയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേര് ബെസലേൽ കോളേജ് എന്നാണ്. അവന്റെ പേരിലാണ് കോളേജ് നിൽക്കുന്നത്. എന്താ കാരണം? അവൻ എന്ത് ചെയ്തു? അവൻ സാധാരണ മനുഷ്യനായിരുന്നു. അവന് വലിയ സാമർത്ഥ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ അജ്ജ, അവന്റെ ഗ്രാൻഡ് ഫാദർ മോശയെ സഹായിക്കാൻ കൂടെ നിന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ കൊച്ചുമകനെ ദൈവം വിളിച്ചേ സമാഗമന കൂടാരം പണിയാനുള്ള അറിവും സാമർത്ഥ്യവും സകലവിധ ജ്ഞാനവും കൊണ്ട് അവനെ നിറച്ചു എന്നാണ് വായിക്കുന്നത്. കർത്താവിനെ സേവിച്ചാൽ അതുകൊണ്ട് നമുക്ക് അനുഗ്രഹമുണ്ടെന്ന് മാത്രമല്ല, പിന്നെ ആർക്കുണ്ട്? നമ്മുടെ കൊച്ചുമക്കൾക്കും കൂടെ അനുഗ്രഹമാണ്. കൊച്ചുമക്കൾക്കും കൂടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവന്റെ അനുഗ്രഹം നമുക്ക് അത് പറയാനായിട്ട് സാധിക്കും. ഏത് നിലയിലാണ് അനുഗ്രഹിക്കപ്പെടുന്നത് അറിയാൻ സാധിക്കുക. ഈ ബെസലേലുമാർ എന്ത് ചിന്തിക്കണം? ബെസലേലുമാർ ചിന്തിക്കേണ്ടത്, എന്റെ കഴിവും സാമർത്ഥ്യം കൊണ്ടൊന്നല്ല ദൈവം എന്നെ ഇവിടെ എത്തിച്ചത്. ഞാനൊരു കഴിവുമില്ലാത്തവനായിരുന്നു.
ഞാൻ ജോവാനെ ഈ കർണാടകത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ 8ാം ക്ലാസ്സിലേക്കാണ് കൊണ്ടുപോയത്. 7 വരെ ഇവിടെ കേരളത്തിലായിരുന്നു. 8ാം ക്ലാസ്സിൽ കന്നഡ പരീക്ഷ പാസ്സാവണം. അപ്പം എന്നോട് ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരി പറഞ്ഞു, ഇവിടെ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നൊരു സ്ഥാപനമുണ്ട്, സമയമൊക്കെ പോവാണ്, കർത്താവ് ക്ഷമിക്കണം, അവനെ അവിടെ കൊണ്ടുപോയിട്ട് അവനൊരു മന്ദബുദ്ധിയാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ ഹിന്ദിയും കന്നഡയും എഴുതണ്ട 10ാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നമുക്കിപ്പോ ഞാൻ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോവാണ്, ആ ഡോക്ടർ എന്ത് ചോദിച്ചാലും ഒന്നും ഉത്തരം പറയരുത്, എന്നാലേ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ശരിയെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൻ അകത്തേക്ക് വിളിച്ചു. അവിടെ എന്തൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞു, അറിയില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു, സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല, അവൻ അങ്ങനെ മന്ദബുദ്ധി ഒന്നല്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ചാൻസ് അടഞ്ഞു. പിന്നെ ഒരു ട്യൂഷൻ ടീച്ചറെ വെച്ചിട്ട് കന്നഡ പഠിപ്പിച്ചു. പക്ഷേ 1ാമത്തെ മാസത്തിൽ ആദ്യത്തെ കന്നഡ പരീക്ഷയ്ക്ക് അവന് 85 മാർക്കുണ്ടായിരുന്നു, 100. അവൻ പാസ്സായി. കന്നഡ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകൾ പാസ്സായിട്ടില്ല, പക്ഷെ അവൻ പാസ്സായി. 10ാം ക്ലാസ്സിൽ 86% മാർക്ക് കന്നഡ ഭാഷയിൽ ഉണ്ടായിരുന്നു. എവിടുന്ന് കൊടുത്തതാണ്? സ്വന്തമായിട്ട് ശക്തി കൊടുത്തതാണോ? അല്ല, ദൈവം നൽകിയതാണ്. ഞാനിത് പറയാൻ കാരണം, ദൈവം അറിവും സാമർത്ഥ്യമൊക്കെ ദൈവത്തിന്റെ പക്കലാണ്, അവനാണ് അത് നൽകുന്നത്. പിതാക്കന്മാർ വിശ്വസ്തമായി ദൈവത്തെ സേവിച്ചതിന്റെ അതിന്റെ പ്രതിഫലമായി ദൈവം മക്കളെ അനുഗ്രഹിക്കുന്നു. അനേക കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ മോശയോട് ദൈവം പറഞ്ഞു, ഇപ്പോ അമാലേക്കുമായിട്ടുള്ള യുദ്ധം ജയിച്ചല്ലോ, ഈ യുദ്ധം ഇവിടത്തോടെ അവസാനിക്കുന്നില്ല, അതൊരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കാൻ പറഞ്ഞു. യഹോവയ്ക്ക് അമാലേക്കുമായി തലമുറയോളം യുദ്ധമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് നാം വായിക്കുമ്പോൾ ഈ ജഡവുമായിട്ടുള്ള യുദ്ധത്തിൽ എങ്ങനെ ജയിക്കാം എന്നതിന്റെ സീക്രട്ടാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് നാം യുദ്ധം ചെയ്യണം, നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. നാം കർത്താവിന് വേണ്ടി തീരുമാനം ചെയ്തേ പറ്റൂ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുക ഒരു വശത്ത്. മറുവശത്ത് ഉയർത്തപ്പെട്ട കൈകൾ. കർത്താവ് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നാമാണ് കർത്താവിന്റെ ആലയം, നമ്മുടെ ശരീരമാണ് ആലയം. അതുകൊണ്ട് ഉയർത്തപ്പെട്ട ഒരു കൈകൾ, ഉയർത്തപ്പെട്ട ആത്മാവ്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, അങ്ങനെ പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്ത് ജയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചെറിയ ചിന്തകൾ അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം മാത്രം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.